ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് അഞ്ജു പ്രഭ. പ്രധാന വാർത്തകൾ. ദേശീയ സിവിൽ സർവീസ് ദിനത്തിൽ ആശംസകൾ നേർന്ന് രാഷ്ട്രപതിയും ഉപരാഷ്ട്രപതിയും ഉൾപ്പെടെയുള്ള പ്രമുഖർ. ഭരണ സംവിധാനത്തെ ശക്തിപ്പെടുത്തുന്നതിൽ ഉദ്യോഗസ്ഥരുടെ പ്രതിബദ്ധത രാജ്യത്തിന് മുതൽക്കൂട്ടാണെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. തമിഴ്നാട്ടിലും പശ്ചിമബംഗാളിൽ ഒന്നാംഘട്ട തെരഞ്ഞെടുപ്പ് നടക്കുന്ന മണ്ഡലങ്ങളിലും പരസ്യപ്രചാരണം ഇന്ന് അവസാനിക്കും. വോട്ടെടുപ്പ് മറ്റന്നാൾ. സ്ട്രോങ് റൂമുകളും സീൽ ചെയ്യാത്ത മുറികളും ഏതൊരു സാഹചര്യത്തിലും തുറക്കാൻ പാടില്ലെന്ന് കർശന നിർദ്ദേശം നൽകി മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ യു ഖേൽക്കർ. ഇന്ത്യ US വ്യാപാര ചർച്ചകൾ വാഷിംഗ്ടൺ DC-യിൽ ഇന്നലെ പുനരാരംഭിച്ചു. കേരളത്തിൽ കനത്ത ചൂട് തുടരുന്നു. സംസ്ഥാനത്ത് നേരിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. IPL ക്രിക്കറ്റിൽ ഇന്ന് സൺറൈസേഴ്സ് ഹൈദരാബാദ് ഡൽഹി ക്യാപിറ്റൽസിനെ നേരിടും. ISL ഫുട്ബോളിൽ ഇന്ന് ചെന്നൈയിൻ FC മുഹമ്മദൻ SC പോരാട്ടം. വാർത്തകൾ വിശദമായി. ദേശീയ സിവിൽ സർവീസ് ദിനത്തിൽ ആശംസകൾ നേർന്ന് രാഷ്ട്രപതിയും ഉപരാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും ഉൾപ്പെടെയുള്ള പ്രമുഖർ. ഭരണ സംവിധാനത്തെയും സ്ഥാപനങ്ങളെയും ശക്തിപ്പെടുത്തുന്നതിൽ സിവിൽ സർവീസ് ഉദ്യോഗസ്ഥരുടെ പ്രതിബദ്ധത രാജ്യത്തിന് മുതൽക്കൂട്ടാണെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു പറഞ്ഞു. ജനകേന്ദ്രീകൃത നയങ്ങൾ രൂപീകരിക്കുന്നതിലും അവ ഫലപ്രദമായി നടപ്പാക്കുന്നതിലും ഉദ്യോഗസ്ഥർ നൽകുന്ന സേവനങ്ങൾ ലക്ഷക്കണക്കിന് ജനങ്ങളുടെ ജീവിതം മെച്ചപ്പെടുത്തുന്നതായും രാഷ്ട്രപതി ചൂണ്ടിക്കാട്ടി. പൊതുസേവനത്തിൽ ഉന്നത നിലവാരം ഉറപ്പാക്കുന്നതിനായി പ്രവർത്തിക്കണമെന്നും ശ്രീമതി മുർമു ആഹ്വാനം ചെയ്തു. സർക്കാരിന്റെ നയങ്ങളും പദ്ധതികളും താഴെത്തട്ടിൽ നടപ്പിലാക്കുന്നതിൽ സിവിൽ സർവീസ് ഉദ്യോഗസ്ഥർ സുപ്രധാന പങ്കുവഹിക്കുന്നതായി ന്യൂഡൽഹിയിൽ നടന്ന ദിനാചരണ പരിപാടിയെ അഭിസംബോധന ചെയ്തുകൊണ്ട് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ പറഞ്ഞു. അഖിലേന്ത്യാ സർവീസുകളുടെ പിതാവായ സർദാർ വല്ലഭ്ഭായ് പട്ടേൽ രാജ്യത്തെ ഐക്യത്തിന്റെയും സേവന മനോഭാവത്തിന്റെയും മഹത്തായ മൂല്യങ്ങൾക്ക് മുന്നിൽ ഒരുമിപ്പിച്ച് നിർത്തിയതായും അദ്ദേഹം വ്യക്തമാക്കി. കൊളോണിയൽ ഇന്ത്യയിൽ നിന്ന് വികസിത ഭാരതത്തിലേക്കുള്ള രാജ്യത്തിന്റെ യാത്രയ്ക്ക് സർദാർ പട്ടേലിന്റെ സംഭാവനകൾ ഏറെ സഹായകമായതായും ഉപരാഷ്ട്രപതി അനുസ്മരിച്ചു. This year holds special significance as it is the 150th birth anniversary of Sri Sardar Vallabhbhai Patel ji. He is the Iron Man, the unifier of our country and the father of the All India services. Sardar Vallabhbhai Patel ji unified India politically, and as the architect of the civil services, he brought the nation together under a shared spirit of service and unity. സദ്ഭരണത്തിനും രാഷ്ട്രനിർമ്മാണത്തിനുമുള്ള പ്രതിബദ്ധത ശക്തിപ്പെടുത്താനുള്ള സമയമാണിതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആശംസാ സന്ദേശത്തിൽ പറഞ്ഞു. രാജ്യപുരോഗതിയിലും നയരൂപീകരണത്തിലും സിവിൽ സർവീസ് ഉദ്യോഗസ്ഥർ നൽകുന്ന സേവനങ്ങളെയും അദ്ദേഹം പ്രശംസിച്ചു. വികസിത ഭാരതം, പൌരകേന്ദ്രീകൃത ഭരണവും എല്ലാവർക്കും വികസനവും എന്നതാണ് ഈ വർഷത്തെ സിവിൽ സർവീസ് ദിന പ്രമേയം. തമിഴ്നാട്ടിലും പശ്ചിമബംഗാളിൽ ഒന്നാംഘട്ട തെരഞ്ഞെടുപ്പ് നടക്കുന്ന 152 മണ്ഡലങ്ങളിലും പരസ്യപ്രചാരണം ഇന്ന് അവസാനിക്കും. മുൻനിര നേതാക്കളെ അടക്കം രംഗത്തെത്തിച്ച് കൊട്ടിക്കലാശം ഊർജിതമാക്കിയിരിക്കുകയാണ് രാഷ്ട്രീയ പാർട്ടികൾ. മറ്റന്നാളാണ് വോട്ടെടുപ്പ്. BJP നേതാവും കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുമായ അമിത്ഷാ ഇന്ന് പശ്ചിമബംഗാളിൽ തിരഞ്ഞെടുപ്പ് റാലികളെ അഭിസംബോധന ചെയ്തു. തൃണമൂൽ കോൺഗ്രസ് നേതാവും മുഖ്യമന്ത്രിയുമായ മമതാ ബാനർജി നോർത്ത് 24 പർഗാനാസ് ജില്ലയിലാണ് ഇന്ന് പൊതുറാലികളിൽ പങ്കെടുക്കുന്നത്. ആം ആദ്മി നേതാവ് അരവിന്ദ് കെജ്രിവാൾ ഉൾപ്പെടെയുള്ള പ്രമുഖർ തമിഴ്നാട്ടിൽ DMK പ്രചാരണത്തിനായി എത്തിയിട്ടുണ്ട്. കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി ഇന്നലെ കന്യാകുമാരിയിൽ പ്രചാരണം നടത്തി. AIADMK നേതാവ് എടപ്പാടി പളനിച്ചാമി ഇന്ന് വിവിധ മണ്ഡലങ്ങളിൽ പ്രചാരണ റാലികളിൽ പങ്കെടുക്കുന്നുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ള മുതിർന്ന BJP നേതാക്കളും തമിഴ്നാട്ടിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രചാരണത്തിനെത്തിയിരുന്നു. തമിഴ്നാട്ടിലെ 234 മണ്ഡലങ്ങളിലാണ് മറ്റന്നാൾ വോട്ടെടുപ്പ്. സംസ്ഥാനത്തെ കനത്ത ചൂട് പ്രചാരണത്തിന് കനത്ത വെല്ലുവിളി സൃഷ്ടിക്കുന്നുണ്ട്. പശ്ചിമബംഗാളിൽ രണ്ടാംഘട്ട വോട്ടെടുപ്പ് ഈ മാസം 29-നാണ്. കേരളം, അസം, തമിഴ്നാട്, പശ്ചിമബംഗാൾ, പുതുച്ചേരി ഉൾപ്പെടെ നിയമസഭാ തിരഞ്ഞെടുപ്പ് നടക്കുന്ന 5ഇടത്തും വോട്ടെണ്ണൽ മെയ് 4-നാണ്. സംസ്ഥാനത്തെ ജില്ലാ തിരഞ്ഞെടുപ്പ് ഓഫീസർമാർക്കും റിട്ടേണിംഗ് ഓഫീസർമാർക്കും വോട്ടെണ്ണൽ പ്രോട്ടോകോളുകൾ സംബന്ധിച്ച് വ്യക്തമായ നിർദ്ദേശങ്ങൾ നൽകി മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ യു ഖേൽക്കർ. സ്ട്രോങ് റൂമുകളും സീൽ ചെയ്യാത്ത മുറികളും ഏതൊരു സാഹചര്യത്തിലും തുറക്കുകയോ ഉപയോഗിക്കുകയോ ചെയ്യരുതെന്ന് നിർദ്ദേശത്തിൽ വ്യക്തമാക്കുന്നു. ഇൻഡെക്സ് കാർഡുകൾ തയ്യാറാക്കുക, എൻകോർ പോർട്ടലിലെ വിവരങ്ങൾ പരിശോധിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾക്കൊന്നും തന്നെ മുറികൾ തുറക്കാൻ പാടില്ല.
തിരഞ്ഞെടുപ്പ് പ്രക്രിയയുടെ സുതാര്യതയും വിശ്വസ്തതയും കാത്തുസൂക്ഷിക്കുന്നതിനായി ഈ നിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കണമെന്നും മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസർ നിർദ്ദേശം നൽകി. ഇന്ത്യ US വ്യാപാര ചർച്ചകൾ വാഷിംഗ്ടൺ DC-യിൽ ഇന്നലെ പുനരാരംഭിച്ചു. ഇടക്കാല വ്യാപാര കരാറിലെ തുടർ നടപടികൾ സംബന്ധിച്ച ചർച്ചകൾ നാളെയും തുടരും. വ്യാപാര കരാറിന് അന്തിമ രൂപം നൽകുകയാണ് ചർച്ചകളുടെ ലക്ഷ്യം. US വിപണികളിൽ ഇന്ത്യയ്ക്ക് പ്രത്യേക പരിഗണന ഉറപ്പുവരുത്തുകയാണ് ഇതിലൂടെ ലക്ഷ്യം വയ്ക്കുന്നതെന്ന് കേന്ദ്ര വാണിജ്യമന്ത്രി പീയൂഷ് ഗോയൽ പറഞ്ഞു. ഒരു ദിവസത്തെ സന്ദർശനത്തിനായി രാഷ്ട്രപതി ദ്രൗപദി മുർമു ഇന്ന് ഒഡീഷയിലെത്തി. റൂർക്കെലയിൽ വിവിധ വികസന പദ്ധതികൾ രാഷ്ട്രപതി ഉദ്ഘാടനം ചെയ്തു. രാജ്യരക്ഷാ മന്ത്രി രാജ്നാഥ് സിംഗിന്റെ 3 ദിവസത്തെ ജർമ്മൻ സന്ദർശനത്തിന് ഇന്ന് തുടക്കം. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള പ്രതിരോധ സഹകരണം ശക്തിപ്പെടുത്തുന്നതിന് സന്ദർശനം സഹായിക്കും. ജർമ്മൻ പ്രതിരോധ മന്ത്രിയുമായി ശ്രീ രാജ്നാഥ് സിംഗ് ഉഭയകക്ഷി ചർച്ചകൾ നടത്തും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്. JEE മെയിൻ സെഷൻ 2 പരീക്ഷാഫലം ദേശീയ ടെസ്റ്റിംഗ് ഏജൻസി പ്രസിദ്ധീകരിച്ചു. 2,50,182 പേർ JEE അഡ്വാൻസ്ഡിലേക്ക് യോഗ്യത നേടി. 10 ലക്ഷത്തിന് മുകളിൽ വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതിയിരുന്നു. മെയിൽ എക്സ്പ്രസ് ട്രെയിനുകളിൽ ഭിന്നശേഷിക്കാർക്ക് ഇനി റിസർവേഷനില്ലാതെ യാത്ര ചെയ്യാം. ഭിന്നശേഷി ശാക്തീകരണ വകുപ്പ് നൽകുന്ന UD ID കാർഡുകൾ കൈവശമുള്ളവർക്കാണ് ഇതിന്റെ പ്രയോജനം ലഭിക്കുക എന്നും റെയിൽവേ മന്ത്രാലയം അറിയിച്ചു. ഭിന്നശേഷിക്കാർക്കായി നീക്കിവച്ചിട്ടുള്ള കോച്ചുകളിലും സീറ്റുകളിലും UD ID കാർഡുകൾ ഉള്ളവർക്ക് യാത്ര ചെയ്യാം. 2027 ജനസംഖ്യാ കണക്കെടുപ്പുമായി ബന്ധപ്പെട്ട പരിശീലന പരിപാടിക്ക് കണ്ണൂർ ജില്ലയിൽ തുടക്കമായി. രാജ്യത്തെ ആദ്യത്തെ ഡിജിറ്റൽ സെൻസസ് ആണിത്. വിശദവിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ. 2 ഘട്ടങ്ങളിലായാണ് സെൻസസ് നടക്കുന്നത്. ആദ്യഘട്ടം ജൂലൈ 1 മുതൽ 30 വരെ നടക്കും. ഈ ഘട്ടത്തിൽ ഓരോ വീടുകളിലും എത്തുന്ന എന്യൂമറേറ്റർ 34 ചോദ്യങ്ങൾ ചോദിച്ച് ഉത്തരങ്ങൾ സ്മാർട്ട് ഫോണിലെ ആപ്പ് വഴി ശേഖരിക്കും. ഇതിനു മുൻപ് പൌരന് പോർട്ടൽ വഴി സ്വന്തം നിലയ്ക്ക് സെൽഫ് എന്യൂമറേഷൻ നൽകാം. ഈ പ്രക്രിയ ജൂൺ 16 മുതൽ 30 വരെയാണ്. സെൽഫ് എന്യൂമറേഷൻ നൽകിയ ശേഷം ലഭിക്കുന്ന അക്നോളജ്മെന്റ് ഭവന സന്ദർശനത്തിനെത്തുന്ന എന്യൂമറേറ്റർമാർക്ക് കൈമാറിയാൽ മതി. ആദ്യഘട്ട സെൻസസിൽ വീടുകളുടെ പട്ടികപ്പെടുത്തലും വീട് സെൻസസുമാണ് നടക്കുക. അടുത്ത വർഷം ഫെബ്രുവരിയിൽ നടക്കുന്ന 2ാം ഘട്ടത്തിൽ ജനസംഖ്യയുടെ സെൻസസ് എടുക്കും. കണ്ണൂർ ജില്ലയിലെ ജില്ലാതല ചാർജ് ഓഫീസർമാർക്കുള്ള സെൻസസ് പരിശീലനം കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ ADM-ഉം ജില്ലാ സെൻസസ് ഓഫീസറുമായ കലാഭാസ്കർ ഉദ്ഘാടനം ചെയ്തു. അമേരിക്ക ഇറാൻ 2ാം ഘട്ട സമാധാന ചർച്ചകളുമായി ബന്ധപ്പെട്ട് അനിശ്ചിതത്വം തുടരുന്നു. ചർച്ചയിൽ പങ്കെടുക്കണോ എന്ന കാര്യത്തിൽ തീരുമാനമെടുത്തിട്ടില്ലെന്ന് ഇറാൻ വ്യക്തമാക്കി. 2 ആഴ്ച വെടിനിർത്തൽ ബുധനാഴ്ച അവസാനിക്കാനിരിക്കെയാണ് സമാധാന ചർച്ചകൾക്കുള്ള ശ്രമങ്ങൾ നടക്കുന്നത്. ലെബനനും ഇസ്രായേലും തമ്മിലുള്ള 2ാം ഘട്ട ചർച്ചകൾ വ്യാഴാഴ്ച അമേരിക്കയിൽ നടക്കുമെന്ന് US സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് സ്ഥിരീകരിച്ചു. കഴിഞ്ഞ ആഴ്ച ഹിസ്ബുള്ളയും ഇസ്രായേലും തമ്മിൽ പ്രാബല്യത്തിൽ വന്ന വെടിനിർത്തൽ കരാറിന് ശേഷമുള്ള ആദ്യ ചർച്ചയായിരിക്കും ഇത്. കേരളത്തിൽ വരും ദിവസങ്ങളിലും കടുത്ത ചൂട് തുടരും. തെക്കൻ ജില്ലകളിലടക്കം വെള്ളിയാഴ്ച വരെ നേരിയ മഴയ്ക്കും സാധ്യതയുണ്ട്. എല്ലാ ജില്ലകളിലും സാധാരണയേക്കാൾ 3 മുതൽ 4 ഡിഗ്രി വരെ അന്തരീക്ഷ താപനില ഉയരുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. പാലക്കാട് ജില്ലയിൽ 40 ഡിഗ്രി വരെയും കൊല്ലം ജില്ലയിൽ 39 ഡിഗ്രി വരെയും താപനില ഉയരും. മലയോര ജില്ലകളിൽ മാത്രമായിരിക്കും താപനില താരതമ്യേന കുറഞ്ഞു നിൽക്കുക. വനമേഖലയോട് ചേർന്നുള്ളവർ കാട്ടുതീ മുൻകരുതൽ സ്വീകരിക്കണമെന്നും നിർദ്ദേശമുണ്ട്. IPL ക്രിക്കറ്റിൽ ഇന്ന് സൺറൈസേഴ്സ് ഹൈദരാബാദ് ഡൽഹി ക്യാപിറ്റൽസിനെ നേരിടും. ഹൈദരാബാദിൽ രാത്രി 7:30-നാണ് മത്സരം. ISL ഫുട്ബോളിൽ ഇന്ന് ചെന്നൈയിൻ FC മുഹമ്മദൻ SCയെ നേരിടും. രാത്രി 7:30-ന് ചെന്നൈയിലാണ് മത്സരം. പ്രധാന വാർത്തകൾ വീണ്ടും. ദേശീയ സിവിൽ സർവീസ് ദിനത്തിൽ ആശംസകൾ നേർന്ന് രാഷ്ട്രപതിയും ഉപരാഷ്ട്രപതിയും ഉൾപ്പെടെയുള്ള പ്രമുഖർ. ഭരണ സംവിധാനത്തെ ശക്തിപ്പെടുത്തുന്നതിൽ ഉദ്യോഗസ്ഥരുടെ പ്രതിബദ്ധത രാജ്യത്തിന് മുതൽക്കൂട്ടാണെന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമു. തമിഴ്നാട്ടിലും പശ്ചിമബംഗാളിൽ 1ാം ഘട്ട തിരഞ്ഞെടുപ്പ് നടക്കുന്ന മണ്ഡലങ്ങളിലും പരസ്യപ്രചാരണം ഇന്ന് അവസാനിക്കും. വോട്ടെടുപ്പ് മറ്റന്നാൾ. സ്ട്രോങ് റൂമുകളും സീൽ ചെയ്യാത്ത മുറികളും ഏതൊരു സാഹചര്യത്തിലും തുറക്കാൻ പാടില്ലെന്ന് കർശന നിർദ്ദേശം നൽകി മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ യു ഖേൽക്കർ. ഇന്ത്യ US വ്യാപാര ചർച്ചകൾ വാഷിംഗ്ടൺ DC-യിൽ ഇന്നലെ പുനരാരംഭിച്ചു. കേരളത്തിൽ കനത്ത ചൂട് തുടരുന്നു. സംസ്ഥാനത്ത് നേരിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. IPL ക്രിക്കറ്റിൽ ഇന്ന് സൺറൈസേഴ്സ് ഹൈദരാബാദ് ഡൽഹി ക്യാപിറ്റൽസിനെ നേരിടും. ISL ഫുട്ബോളിൽ ഇന്ന് ചെന്നൈയിൻ FC മുഹമ്മദൻ SC പോരാട്ടം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 3 മണിക്ക്.